ഒരു മണിക്കൂർ ഇരുട്ടി വെളുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കൈപ്പത്തി ചിഹ്നത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും RSS ആയി മാറി. UDF-ന് തരംഗമെന്ന മലയാള മനോരമ ആദ്യ ദിവസം വാർത്ത എഴുതി. 2 ദിവസങ്ങൾക്കകം ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ ഇവ വോട്ട് തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടു. സാധാരണഗതിയിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ മാനകമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിശാരദന്മാരാൽ വിലയിരുത്തപ്പെടുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിധിയാണ്. അത് പരിശോധിക്കുമ്പോഴോ അങ്ങനെയൊരു മേൽക്കോയ്മ കേരളത്തിൽ ആർക്കും അവകാശപ്പെടാനില്ല. ഇടതുപക്ഷത്തിന് 7 ജില്ലാ പഞ്ചായത്ത്, ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്ക്, ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ട മഹാസഖ്യത്തിന് 7 ജില്ലാ പഞ്ചായത്ത്. ഞാൻ UDF എന്ന് പേരെടുത്ത് പറയാതിരിക്കാൻ കാരണമുണ്ട്. ഈ തൃശൂർ ജില്ലയിൽ മാത്രം മറ്റത്തൂരിന് ഇപ്പോ RSS-മായി കൈകോർത്തിരിക്കുന്നു കോൺഗ്രസ് ഇല്ലാതായി എന്നുള്ളതാണ് കാണേണ്ട യാഥാർത്ഥ്യം. മറ്റത്തൂരിലെ കോൺഗ്രസ് ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനാനന്തരം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 1 മണിക്കൂർ ഇരുട്ടി വെളുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കൈപ്പത്തി ചിഹ്നത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും RSS ആയി മാറി. ഈ പ്രതിഭാസമാണ് മറ്റത്തൂർ വഴി കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ തൃശൂർ ജില്ലയിൽ തന്നെ പറളി RSS-ന്റെ പിന്തുണയോടുകൂടെ കോൺഗ്രസ് അധികാരത്തിലേറി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മറ്റത്തൂരിലും പറളയിലുമൊക്കെ RSS ആണ് കോൺഗ്രസിനെ സഹായിച്ചതെങ്കിൽ ലക്ഷണമൊത്ത ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രതീകമായ SDPI ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ധാരണയിലെത്തി. മറ്റത്തൂർ RSS, ചൊവ്വന്നൂർ SDPI, കുമരകത്ത് RSS, ഇങ്ങനെ നീണ്ടുപോകുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയവുമായിട്ടുള്ള പരസ്യ ബാന്ധവം.